കാലത്തെണീറ്റ് വർക്കിന് പോകാനായിട്ട് എല്ലാം സെറ്റൊക്കെ ഈ ഡ്രസ്സൊക്കെ മാറി ഞാൻ സെറ്റായതായിരുന്നു. അപ്പം ഞാൻ വെറുതെ എണീറ്റ സമയത്ത് മറ്റേ വെതറിലൊന്ന് നോക്കി എങ്ങനെയുണ്ട് വെതർ നോക്കിയിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ലൈറ്റ് സ്നോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ലൈറ്റ് സ്നോ അല്ല, സീനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഐസായിട്ടൊന്ന് വെറുതെ ജനലോർ നോക്കിയതാണ്. അപ്പോൾ ജനലോർ നോക്കിയപ്പോൾ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഫുള്ള് സ്നോയാണ്, ഫുള്ള് മൂടി, റോട്ടിൽ കൂടെ ഒന്നും പോവാൻ തന്നെ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്ത് വേറെ എന്തെങ്കിലും വല്ല പരിപാടി ഇന്ന് സെറ്റ് ചെയ്യണം. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പരിപാടിക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് ഓണാക്കണം. വെറുതെ അങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് എന്തിനാ പരിപാടി? ഇന്ന് എന്തായാലും വർക്കിന് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാ? ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട്, അത് ചിക്കനില്ലാത്ത ബിരിയാണി. ഇന്നലെ എല്ലാ ചിക്കനും തീർത്തു. ഇന്നിപ്പോ അതിന്റെ റൈസ് കഴിക്കാം. ഇന്നലെ ചിക്കൻ എല്ലാം തീർത്ത്. ഇന്നലെ ഞങ്ങള് ആഴ്ചയില് ഒരു ദിവസം ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടി ജസ്റ്റ് ഒക്കെ ഒന്ന് എല്ലാ ദിവസവും വർക്കിന് പോലെ. അപ്പൊ എല്ലാരും കുക്കർ ബെൻസ് ചൂടാക്കാൻ മാത്രം വേറൊന്നും അറിയില്ല. അപ്പൊ ഇന്ന് എല്ലാരും നമുക്കൊന്ന് കാസ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കാസ്റ്റില് തന്നെ ബ്രാട്ടിസ്ലാവിലുള്ള ഒരു കാസ്റ്റിലുണ്ട്. ഭയങ്കര അന്നത്തെ പോസ്റ്റ്, ഇന്നലത്തെ വീഡിയോന്റെ പോസ്റ്റ്. ഇപ്പോ ഇന്നിപ്പോ നമുക്ക് ഇവിടത്തെ കാസ്റ്റിൽ ഭയങ്കര ഫേമസ് അവിടെ. അപ്പൊ ആ കാസ്റ്റിലൊക്കെ കണ്ട് മഞ്ഞത്ത് കാസ്റ്റിൽ എങ്ങനെ ഉണ്ട്. കാസ്റ്റിലിന്റെ അവിടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു നൈസ് ഒരു വ്യൂ ഉണ്ട്. ഡാന്യൂബ് നദി ഉള്ളൊരു സ്ഥലമുണ്ട്. ഡാന്യൂബ് എന്നല്ലേ? ഡാന്യൂബ് നദി ഒഴുകണ അവിടെ നിന്ന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫുള്ള് കാണാൻ പറ്റും. അവിടെ നിന്ന് UFO ടവർ ഉണ്ട്. UFO ടവറിൽ ഒരു ദിവസം പോകണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇവിടെ വന്നിട്ട് അങ്ങനെ അധികം കറങ്ങാനാ അതിനൊന്നും പോയിട്ടില്ല. ഫുൾ ടൈം ക്ലാസ്, വർക്ക്, അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ ഇന്നിപ്പോൾ മഞ്ഞ പെയ്ത കാരണം പിള്ളേരൊക്കെ കൂടി വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്ക് നൈസായിട്ട് മറ്റേ കാസ്റ്റിൽ കാണാം. ഞങ്ങൾ കാസ്റ്റിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഓൾഡ് ടൗണിക്കൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാസ്റ്റിൽ അങ്ങനെ പോയിട്ടില്ല. അപ്പം ഇന്ന് ഫുഡൊക്കെ അടിച്ച് നൈസ് ബിരിയാണി, ഇന്നലത്തെ ബിരിയാണിയൊക്കെ കഴിച്ച് ഫുഡൊക്കെ അടിച്ച് ഇന്നത്തെ വീഡിയോ അപ്പോൾ കാസ്റ്റിലാവാം. ഇന്ന് കാസ്റ്റിലൊക്കെ കാണിച്ചു തരാം. എടാ നമുക്ക് സ്കൂട്ടറിൽ പഠിച്ചാലോ? നടക്കാൻ വയ്യ. പിന്നെന്താ, സ്കൂട്ടറിൽ നമുക്ക് കാസ്റ്റിൽ കാണാൻ പോയാലോ? അതാണ് അടിപൊളി. അതാകുമ്പോ ക്ഷീണമില്ല, സുഖയാത്ര. ഇതിന്റെ ഒറ്റ പ്ലേറ്റ് ചോറിനല് അതൊരു പാത്രത്തിൽ നിന്ന് ഒരു പായ കിടന്നുറങ്ങി ബന്ധങ്ങൾ. യാസിന് 10 മണി കഴിയുമ്പോ യാസിന്റെ ട്രാവലിനോട് പറയണം. അതായത് ഞങ്ങള് ഒരു പ്ലേറ്റ് ഉണ്ട്, ഒരു കിടക്കയിൽ കിടന്നുറങ്ങിയ ടീംസാണ്. അയ്യോ ഇവരുണ്ടല്ലോ റൂമിലുള്ള വേറെ ഒരുത്തൻ കൊച്ചു പയ്യന ഒന്നറിയില്ല. ബോട്ടോടെ വർക്കിന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. മഞ്ഞുണ്ടോ ഒന്നറിയില്ല. ടൂകള് വെതറൊക്കെ നോക്കാണ്ട് പോണ്ട്. എവിടേക്ക് പോണ്? വെതർ നോക്കിയില്ലേ? വെതർ നോക്ക് ചെല്ലി. ഇതേ ഒരുത്തന്റെ മഞ്ഞത്ത് ബോട്ടോടെ പോണത്. ഞാൻ ചെല്ലി പോണില്ലേ? ഓടാൻ പോണില്ലേ? പോവാ സെറ്റല്ലേ? പിന്നെ പനിയായിട്ട് എന്റെ വീഡിയോക്ക് വേണ്ടി മാത്രം ഗുളിക കഴിച്ച് എന്തിരപ്പന വേണ്ടി നമ്മളെന്നും ചെയ്യും. അല്ലേ? ഇന്ന് നല്ല അടിപൊളി നോക്കിയ ഫുള്ള് മഞ്ഞായി. ഞങ്ങളത് ഓൾട്ടോണിക്ക് പോയിട്ട് എല്ലാം സെറ്റായി. ഹെൽമെറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റായി. പോവാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് മഞ്ഞ്. വണ്ടി ഈ മഞ്ഞത്ത് ഭയങ്കര വഴുക്കലാണ് കണ്ടാ. അപ്പോൾ എല്ലാവരും സെറ്റായി. ഇതാണ് വണ്ടി. ഞങ്ങൾ വർക്കിന് പോണ വണ്ടിയാണ്. നിങ്ങൾക്കിനി ബോൾട്ട് ഓടിയിട്ട് ഒരു ദിവസം എത്ര കൂടി ഉണ്ടാക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ ഒരു വീഡിയോ അത് അടുത്തായിട്ട് നമുക്ക് ചെയ്യാല്ലേ? അല്ലേ ഹസനെ? ഇതാണ് ബോൾട്ടിന്റെ കിങ്. ഇവിടുത്തെ പേര് പറയില്ല. ഡെയിലി 120 യൂറോ. എത്ര ഒരു ദിവസം എത്ര ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെ ഓടണം, അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നൈസായിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ 120 രൂപ ഓടണമെങ്കിൽ ഈ പുലർച്ചെ 2 മണി വരെ ഓടണട്ടാ. സന്തോഷമാണ്. അതിന്റെ വിശേഷം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.
ഞങ്ങള് മഞ്ഞത്ത് വണ്ടി പോണ് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അയ്യോ സീനാണ് വണ്ടി ഓടിക്കുന്ന വൻ റിസ്കാ. ബ്രേക്ക് പിടിച്ച് അപ്പ വീഴും. എന്തേ അയ്യോ വണ്ടി റിസ്കാ. വീട് കഴിഞ്ഞാ പണി പാളി. ഇതാണ് കാസ്റ്റലിലേക്ക് പോണ വഴി ഞങ്ങളുടെ റൂമിൽ നിന്ന്. ഇവിടെ എന്തൊക്കെ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഈ കാണാണ് ഞങ്ങൾ പഠിക്കുന്ന കോളേജ്. ഇവിടെ റൂമിൽ നിന്ന് ഒരു 300 മീറ്റർ എത്ര സംതിങ് ഉള്ളോ. ഇതാണ് ഞങ്ങളെ കോളേജ് ഞങ്ങൾ പഠിക്കണത്. ഇത് കണ്ട STU ഞങ്ങൾ പഠിക്കുന്നത്. ഇന്ന് സീൻ ഒടുക്കത്തെ മഞ്ഞാട്ടാ അല്ലേ? സീനാട്ടാ നോക്കിയേ. ഗ്രിപ്പൊന്നും കിട്ടില്ല. വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ മാത്രം ഇറങ്ങിയതല്ലേ ഞങ്ങൾ മഞ്ഞത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. എന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വീഴും. റോട്ടിലായാലും ഇവിടെ വീണിട്ടത് എല്ലാം ഇത് പൊട്ടി. വൈസർ എല്ലാ സാധനവും പൊട്ടിയിട്ടിരിക്കുന്നു. ബ്രേക്ക് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നീ ഈ പോണ ട്രാക്ക് ഇട്ടില്ലേ, ആ ട്രാക്കിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. ഇതാണല്ലേ ഈ സാധനം. ഇതില് നന്നായിട്ട് വഴിക്ക് വീഴും. ഞങ്ങളുടെ കോളേജ് നോക്കി വ്യൂ. ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഞങ്ങളെ പഠിച്ചോണ്ടിരിക്കണ കോളേജ്. ക്ലാസ് ഉള്ളതാണ് കറങ്ങാൻ പോണത്. ഇത് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ പോയിട്ടില്ലേ? ഇതാണ് കോളേജിന്റെ എൻട്രൻസ്. പിള്ളേരൊക്കെ അവിടെ കണ്ട് പിള്ളേരൊക്കെ ആയത് വീഡിയോ ആക്കി നോക്കണ്ട്. സീന ഫുള്ള് വിന്റർ കേസ് ഇട്ട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിട്ട് വേണം വരണെങ്കിൽ. ഞങ്ങൾ ഇതുവരെ സേഫ്റ്റി നോക്കിയിട്ടൊന്നുമില്ല. എന്തായാലും പറയൂ. ഇതാണ് ഇവിടുത്തെ മറ്റേ സാധനം. ഇതെന്തിനാ പാർലമെന്റാ? എന്തിനാടാ? പ്രസിഡൻഷ്യൽ പാലസ്. അതാണ് പ്രസിഡൻഷ്യൽ എന്തോ സാധനം. പറയാനും പറ്റില്ല. അവര് പോയില്ലേ? എന്നാ നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിൽ പോലെ ഒന്നല്ല, ലൈനൊക്കെ നോക്കി കറക്റ്റ് എടുക്കണം. ഇനി ഇവിടുത്തെ ഗുണം എന്തിനാന്ന് അറിയോ? വണ്ടി ഓടിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും വല്ല സീൻ ഉണ്ടായിരിക്കും. അതായത് വണ്ടി ഓഫ് ആവേ എന്തെങ്കിലും ഒന്ന് വീഴേ ആരും വന്ന് രക്ഷിക്കൊന്നുമില്ല. പക്ഷെ ആരും ഒന്നും ചെയ്യില്ല. വെറുതെ ആർക്കൊരു തിരക്കൂല ഒന്നുമില്ല. അവര് നമ്മുടെ നാട്ടിൽ ഒരു ഹോൺ അടിച്ച് അരമ്പാക്കുക അങ്ങനെ ഒന്നുമില്ല. അവര് സമാധാനമായിട്ട് നമ്മളെന്തിനു ചെയ്യണമെന്ന് നോക്കി നമ്മൾ വണ്ടി നീക്കി നിർത്താണെങ്കിൽ അവർ സൈഡിൽ പോകും. ഹോൺ അടിക്കാണ്ട് സമാധാനമായിട്ട്. അതൊരു നല്ലൊരു സംഭവമല്ലേ? അന്നേരം ആരും പറയില്ല ഇവിടെ നമ്മുടെ അതില്. അയ്യോ ഞാന് ഗ്ലൗസ് ഇട്ടിട്ടില്ലേ? ഗ്ലൗസ് ഇടാൻ പറഞ്ഞു. കയ്യൊക്കെ തീരായി. മഞ്ഞൊക്കെ വീഴുമ്പോൾ നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ഓൾമോസ്റ്റ് എത്ര ഈ കാണാൻ കാസ്റ്റിൽ കേട്ടാ. ഈ സംഭവം ഉണ്ടല്ലേ, എവിടെ പോയാൽ ഈ കാസ്റ്റിൽ കാണും. എവിടെ എന്നാലും കാസ്റ്റിൽ കാണാൻ പറ്റും. എവിടേക്കാ പോണ്? അടുത്തത് വണ്ടി ഡബിൾ വെച്ചിട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോ ഇവൻ വണ്ടിയോടെ കൊണ്ടുവച്ചിട്ട് വരും. സ്കിഡ് ആണ് കണ്ടാ കാസ്റ്റില് കൊണ്ടുവച്ചിട്ടോ. ഇവിടൊക്കെ പിന്നെ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. കാനഡത്തെ അവസ്ഥ എൻ്റെ പൊന്നെ. കാനഡ, റഷ്യ അവരൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്നത്? ഇവിടെ തന്നെ പറ്റണില്ല അല്ലേ മഞ്ഞായിട്ട്. റഷ്യയില് കാനഡയിലൊക്കെ എന്തിട്ടല്ലേ? ഇതാണ് അതിന്റെ എൻട്രൻസ്, കാസ്റ്റിലിന്റെ എൻട്രൻസ്. ഇതാണ് ബ്രാറ്റിസ്ലാവത്തെ ടൂറിസ്റ്റിനൊക്കെ ഓൾഡ് ബസ് ടൂറിസ്റ്റിനൊക്കെ കൊണ്ടുപോയില്ലേ സ്ഥലം കാണിക്കാനായിട്ട്. ആ സാധനം എൻ്റെ മൂക്കൊക്കെ അടച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ സെറ്റാവില്ലേ മൂക്കടങ്ങിട്ട്. കാസ്റ്റിലിന്റെ മൊത്തം സെറ്റപ്പ്. ഇവിടെ എന്തൊക്കെയാ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഗാരേജ്, വിയന്ന ഗേറ്റ്. ആരെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോ, സ്ക്രീൻഷോട്ട് എടുത്തോ. ഈ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഇതിലേക്ക് കടന്നു പോവാ. ഇന്ന് ശരിക്കും നന്നായില്ലേ? നല്ല വെതർ. 10 കിലോമീറ്റർ സ്പീഡ് മാത്രമായിട്ട് പോവാ. നടക്കാൻ പാടില്ല. എവിടെ വ്ളോഗ് ഉണ്ട്. ചൈനീസ് വ്ളോഗർ. ഇതാണ് കാസ്റ്റില്. ഇത് ഈ സംഭവം അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിൽക്കണേ ഈ കാസ്റ്റില്. നമ്മളെവിടെ വന്നാലും ഈ കാസ്റ്റില് കാണാം. കുറെ ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് സ്ഥലം കാണാൻ. ഈ റെഡ് ചെറിയ എന്നല്ല, ഇതെന്താ വേറെ സാധനം? എന്തോ ഒരു സാധനം നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ടല്ലോ. ഇതാർക്കെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യും.
ആ എന്താന്ന് പറഞ്ഞ എന്തിനാന്ന് ഒന്ന് പറഞ്ഞ എന്തിനാന്ന് ഇതാണ് ആ ദുബായില് വളർന്നു വന്നതാ എന്തൊരു സാധനം എന്താ ലൂബിക്ക ചോപ്പ് ലൂബിക്കട്ടാ അതും ഈ സാധനത്തില് ഈ മരത്തല ചെടി ആ അത് ശരിയോ യാസിൻ കാസിനെ പറ്റി 2 വാക്കുകൾ കാസ്റ്റിലിനെ പറ്റി 2 വാക്കുകൾ വർണ്ണിക്കാൻ പറ്റുന്നില്ല. കാസ്റ്റിൽ മൊത്തം കണ്ടിട്ട് വർണ്ണിക്കാം. ഇതാണ് സ്ലോവാക്കിയുടെ ഫ്ലാഗ്. കാണാത്തവരുണ്ടെങ്കിൽ ആണ് സ്ലോവാക്കിയുടെ ഫ്ലാഗ്. അതിന് നേരെ ഇപ്പുറത്താണ് കാസ്റ്റിൽ വരുന്നത്. ആ കയറല്ലേ പാടാ കയറാം. അവിടെ നിന്ന് നേരെ അവിടെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു എൻട്രൻസ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇത്ര നാളായിട്ട് ഇത്ര അടുത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ലേ. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാണ്ട് ഞങ്ങൾ പോയിട്ടില്ലേ. ഇതിനുള്ള എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. ആർക്കെങ്കിലും സോവിനിയർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നാട്ടിലേക്ക് വരുമ്പോ ഇന്ദ്രിയത്ത് വാങ്ങി തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ലേബൂബുവിന്റെ ചാത്തൻ ഷിബൂബു. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഡാനൂബ് ഇവിടെ നദിയുണ്ടെന്ന്, അതിന്റെ അപ്പുറത്താണ് ഈ കാസിൽ എന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. അതിന്റെ മോളിൽ നോക്കുള്ള വ്യൂ ഒന്നും കാണാനില്ല. പക്ഷെ ഇതാണ് ഈ UFO ടവർ. ഈ പാലം നേരെ പെട്രസാലക്ക പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോണതാ. ഇതാണ് ഇതിന്റെ മോളിൽ നോക്കിയുള്ള വ്യൂ. ഇതിപ്പോ ഫുള്ള് മഞ്ഞായാരണേ ഒന്നും കാണാനില്ലേ, ആണ് ഇപ്പൊ ഉണ്ടായത്. മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്ര വലിയ ജീവിക്കാനായാലും കാര്യങ്ങള് ഫുഡിനാണെങ്കിലും എല്ലാ കാര്യത്തിലും വേറെ കൺട്രീസ് ഇപ്പൊ ജർമ്മനിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് പറയണത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഭയങ്കര റേറ്റ് കുറവല്ലേ ഫുഡ് അടിക്കാനും കാര്യങ്ങളും. ഞങ്ങളായാലും വലിയ ഫുഡ് അടിക്ക് അധികം പൈസ വരാറില്ല അല്ലേ? വരാറില്ല. ഇവിടത്തെ പൈസ വെച്ച് നോക്കുമ്പോ നമ്മള് നാട്ടിലെ പൈസനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിൽ നാട്ടിലത്തെ പൈസ വെച്ച് കമ്പയർ ചെയ്യാം. പെട്രോളായാലും ഏകദേശം സെയിം റേറ്റ് സെയിം പോലെ തന്നെ വലിയ വ്യത്യാസം കാണുന്നില്ല നാട്ടിലത്തെ. ഇപ്പൊ കമ്പയർ ചെയ്യണമെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കണം എല്ലാ കാര്യങ്ങളും അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊരു സംഭവം നോക്കിട്ട് ഉള്ളിൽ പോയിട്ട് അതന്നെ തണുത്ത് സീനായിണ്ട്, സംസാരിക്കാൻ പറ്റില്ല, തണുത്ത് സീനായിണ്ട്. സ്പീഡിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാ സ്പീഡിന്റെ വീഡിയോയിൽ ഉണ്ടാവും. സ്പീഡ് ഒരു 3-4 മാസം UFO ടവറിൽ വന്നിട്ട് എന്തൊക്കെയോ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ UFO ടവറൊക്കെ അറിയപ്പെടുന്നത് തോന്നുന്നു അല്ലേ? നമ്മുടെ സഞ്ചാരത്തിലിട്ടുണ്ട്. പേര് വരുമ്പോ ഇങ്ങനെ സംഭവം എന്തൊക്കെയോ ഉണ്ട്. വലിയ അങ്ങനെ എന്താ പറയാ ഈ പറയുന്ന പോലെ എക്സ്ട്രീമായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഒരു സംഭവം, പ്രത്യേകിച്ച് വർക്ക് അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല. എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. ആർക്കിടെക്ചർ കാണാം, ഫോട്ടോ എടുക്കുക, വന്ന് ഫോട്ടോ എടുക്കുക. മഞ്ഞുള്ള ദിവസം കാസ്റ്റില് വേറൊരു രീതിയിൽ, അല്ലാത്തപ്പോ സമ്മറില് നമുക്ക് വേറൊരു വൈബ്. നൈറ്റ് വ്യൂ അടിപൊളി വ്യൂ ആണ്. ഫുള്ളും എല്ലാ എൻഡിലും മറ്റേ ഷാർപ്പ് ലൈറ്റുകളുണ്ട്, അത് അടിച്ച് നല്ല പവറാക്കി വെച്ചേക്കണം. ഈ നൈറ്റില് ഒരു ദിവസം വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് കാസ്റ്റില് അല്ലേ? എല്ലാം കൂടെ ഭയങ്കര ലെങ്ത് ആവും. ഇവിടെ എന്തൊക്കെയാ ഇതുണ്ട്. മ്യൂസിയം എൻട്രി എന്നുള്ളോ പൈസ ഒന്നും കുറച്ചറിയാം. എനിക്ക് വാക്കില് ബി ഗ്രേഡ്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ടിക്കറ്റിന്റെ ആവശ്യമുള്ളൂ. മ്യൂസിയത്തും കാണാൻ മാത്രം മ്യൂസിയം കാണാൻ മാത്രം ടിക്കറ്റ്. കാശിൽ കാണാൻ ടിക്കറ്റ് ആണ്. ടിക്കറ്റിന്റെ ആവശ്യം. കാശിലാണ് ടിക്കറ്റിന്റെ ആവശ്യമില്ല. എന്തോ പുരാതനമായി എന്തോ ഒരുത്തൻ വർക്കിന് പോകണോ എന്താ പറ്റണല്ലേ? പണിക്ക് പോയാനാ പണിക്ക് പോയാ നേരത്തെ നമ്മള് കേറിപ്പോയില്ലേ ഈ സ്ഥലം, ഇതിന്റെ നേരെ ഇപ്പുറത്താണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ടിക്കറ്റ് എടുക്കണ്ടെന്ന് അറിയും. ടിക്കറ്റ് എടുക്കണം എന്തായാലും. സ്റ്റുഡൻസിന് വല്ല ഓഫർ ഉണ്ടോ അതൊന്ന് ചോദിച്ചു നോക്കാം. വേണ്ട ടിക്കറ്റ് എടുക്കണത് ഇതാണ് ഓൺലൈൻ ടിക്കറ്റ്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ
ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. എന്താണ് ടൈമിങ് പറഞ്ഞത്? ആരെങ്കിലും പേരുണ്ടെങ്കിൽ തന്നെ ഈ ടൈമിങ് നോക്കുമ്പോൾ ടിക്കറ്റിൻ്റെ അവസ്ഥ എന്താ നോക്കാം. ടിക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് പറഞ്ഞുതരാം. ടിക്കറ്റ് ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഞങ്ങൾ തൽക്കാലം ടിക്കറ്റ് എടുക്കണില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഒന്നും സെറ്റായിട്ടല്ല വന്നത്. ജാക്കറ്റിങ് ഞാനൊക്കെ തണുപ്പത്തേക്ക് നിൽക്കാൻ പറ്റില്ലേ, ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ലേ. മ്യൂസിയത്തിന്റെ എൻട്രി മാത്രമേ ഉള്ളൂ ടിക്കറ്റ്. നൈസായിട്ട് ഞങ്ങൾ ഇവിടുന്ന് വ്യൂ കാണിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പോവാന്ന് വിചാരിക്കണം. എന്താ വെച്ചാൽ ഒന്നാമത് തണുത്തിട്ട് നിൽക്കാൻ പറ്റില്ലേ, പിന്നെ തണുത്തിട്ട് നിൽക്കാൻ പറ്റില്ലേ. പിന്നെ ഇനിയും കുറച്ചും മഞ്ഞ് പെയ്ത് തുടങ്ങിയാൽ നമ്മൾ വണ്ടി പോകണത് ഭയങ്കര റിസ്ക് ആവും. ഇപ്പോഴാണ് റിസ്ക് ആയി. ഇനി വഴിക്ക് വീഴും. മിക്കത് എന്തായാലും വീഴുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഏതാണ് എൻ്റെ ഇവിടെ നിന്ന് നോക്കിയാളെ വ്യൂ. ഇതാണ് എൻ്റെ വ്യൂ. അവരെ കാണല്ലോ, രണ്ടുപേരെ കാണല്ലോ. രണ്ടുപേരുണ്ട്, തണുപ്പും മഞ്ഞും പറ്റാത്ത ആൾക്കാർ. അവിടെ പോയിട്ട് വേണ്ട. നമ്മൾ ഇന്നലെ പോയ ട്രിപ്പ് അടിച്ച തന്നെ മഞ്ഞൊന്നും ഇല്ലട്ടാ. എന്നാലും കൊള്ളാറില്ല. ഹെൽമെറ്റ് അയ്യോ തലക്കലങ്ങളെ മ്യൂസിയത്തിൽ കയറില്ല കേട്ടാ. അതാണ് അവസ്ഥ. നല്ല കാറ്റും. അയ്യോ ടിക്കറ്റ് വന്നിട്ട് വേറെ പരിപാടി പിടിക്കണ. ഇവൻ സെറ്റാ, ഇവൻ എല്ലാ സാധനം എടുത്തിട്ട്. ഞാൻ മണ്ണത്തരം കാണിച്ചതേ. ആകെ കുട്ടീസും ചെറിയ ജാക്കറ്റ് മാത്രം എടുക്കട്ടെ. അതെ, കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോണത്. ഇവിടെ ഒക്കെ എന്തുണ്ടല്ലോ, അടിക്ക് ഇറങ്ങി പോയിട്ട്. രണ്ട് ജെൻസി പിള്ളേരുണ്ടായല്ലോ. ഇതാണ് ശരിക്കുള്ള കാസ്റ്റിലെ വ്യൂ. വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്. ഞങ്ങൾ കയറില്ല. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ കയറില്ല. വേറെ ദിവസം കയറി കാണിച്ചു തരാം. പിന്നെ ഇനി അടുത്തോട്ടം വീഡിയോ ഇടുമ്പോ, കാസ്റ്റിൽ വീഡിയോ ഇടുമ്പോ നൈറ്റ് വരാം. അപ്പൊ നൈറ്റിലത്തെ വ്യൂ കിട്ടും. നൈറ്റിലത്തെ വ്യൂ കിട്ടും. പിന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഇനിയാണോ മഞ്ഞ് കളയാണ് കേട്ടോ. അവിടെ മഞ്ഞ് കളയാണ്. നടക്കണ വഴിയിൽ മഞ്ഞ് കളയുന്ന വണ്ടി. അയ്യോ ഒടുക്കത്തെ കാറ്റായി. ശരിയാ. ഇതാണ് UFO ടവർ. UFO ടവറിന്റെ ഒരു വ്യൂ കണ്ട. ഒരു ദിവസം UFO ടവർ പോയിട്ട് വീഡിയോ എടുക്കാം. അല്ല, UFO ടവറിൽ എങ്ങനെയാ സെറ്റപ്പ് എന്ന് അറിയൂ. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ കയറാം. ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് അവിടെ ഫുഡൊക്കെ അടിച്ച് സ്റ്റുഡൻസിന് മിക്കുന്ന ഓഫർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറിയില്ല. നമുക്ക് ഇവിടെ കാണാൻ സ്റ്റുഡൻസിന് ഓഫർ ഉണ്ടോ? ഇവിടെ 26 വയസ്സിന് താഴെയുള്ളവർക്ക് €7. പിന്നെ സെയിം തന്നെയാ 15-18 വയസ്സിനായിട്ടുള്ളവർക്ക് €7. പിന്നെ സീനിയർ സിറ്റിസൺസിന് ഫ്രീ ആണ് ഇവിടെ. ഈ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കയറാം. നമ്മളെ വീട്ടിൽ പിന്നെ വയസ്സായ ആൾക്കാരൊന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ലേ. ഇവിടെ വയസ്സായ ആൾക്കാരെ പുറത്തേക്ക് ഇറങ്ങാ. എടാ ഇന്നലെ കണ്ടില്ലേ, നമ്മളന്ന് ട്രിപ്പ് പോയി പോയിട്ടില്ലേ? ഞാൻ പറയട്ടെ, ജോഗിങ് പരിപാടികള് ഇവര് 4 നേരം സിഗരറ്റ് വലിക്കും. അതെ, ഇതെങ്ങനെയാണോ കണ്ടറിയാം ആ സിഗരറ്റിന്റെ ചൂടില നടക്കണത്. അതെന്താ ഇവിടെ എല്ലാവരും സിഗരറ്റ് വലി ഇതൊക്കെ മദ്യം കഴിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ പരിപാടി ഇവിടെ. എടാ ഇന്നലെ പോയപ്പോ നമ്മള് കണ്ടില്ല യാസിനെ. നമ്മൾ ഇന്നലെ പോയപ്പോ ഒരമ്മ ഷൂ ഒക്കെ ഇട്ടിട്ട് കയറി വരണ്ടില്ലേ. നടക്കാൻ പറ്റില്ല. അതുപോലെ ചക്കൻ നടക്കാൻ പറ്റില്ലേ. അവൻ സുഖമായിട്ട് ഷൂ ഒക്കെ ഇട്ട് കയറി പോണു മലയാള മുള്ളിക്ക്. തോന്നിട്ട് ഇവിടെ എന്തൊക്കെയോ ഒരു പ്രിന്റുണ്ട്. 3 പേര് നിൽക്കുന്നുണ്ട്. സെറ്റ് എന്തിന്റെ അർത്ഥമൊക്കെ എന്തിനാണോ, എന്തിനൊക്കെ സംഭവം ഉണ്ട്. വൈബ് വേണം. മഞ്ഞത്ത് ഊഞ്ഞാലാട്ടണം. അയ്യോ കയ്യൊക്കെ തന്നെ മരവിച്ചു. ആകെ. നാല് പേരെ കാണാനുള്ള, ബാക്കി 2 പേരെ കാണല്ലേ. എന്റെ ലാസ്റ്റ് വീഡിയോയിലെ പെർഫെക്റ്റ് കോംബോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ്.
വേറെ ആരും കംപ്ലീറ്റ് ചെയ്ത് കുഴപ്പമില്ല. നമ്മളെ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയിട്ടത്. വരുന്നവർക്ക് ഉപകാരപ്പെടാനും കൂടിയിട്ടാണ്. ഞങ്ങളിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്ത് വീട്ടിലേക്കിനേക്കാളും ഭേദം യൂട്യൂബ് വീഡിയോ ആക്കിയിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് സന്തോഷമായി. ടിവിയിലൊക്കെ ഇട്ടെന്ന് കാണുമ്പോ അവർക്ക് പിള്ളേരെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അറിയാലോ. എന്റെ അമ്മയെ കുറിച്ചപ്പോ ഭയങ്കര ഹാപ്പി എന്താ ചെയ്യണമെന്ന് അവർക്ക് കാണാലോ. നമ്മളിനി ഓരോ ദിവസം പോണ സ്ഥലങ്ങളുടെ കാര്യങ്ങളും എല്ലാതും നമ്മളിങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഉപകാരപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇത് കാണാം. ബാക്കി എന്ന സ്ഥലം പലർക്കും അറിയില്ല. അത് നമ്മൾ എന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു തരും. ഈ 2 കൊല്ലമായിട്ട് സ്ലോവാക്കിക്ക് പഠിക്കാനായാലും ചെറിയ രാജ്യമാണ് സ്ലോവാക്കിയ. ഇവിടെ പരമാവധിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി. വർക്കിന് പോകാൻ പറ്റാണ്ടായപ്പോ ബൈക്കെടുത്ത് ഇറങ്ങി തിരിച്ചങ്ങനെ വീട്ടിൽ പോകുന്നു അറിയില്ല. അറിയില്ല. തിരിച്ച് വീട്ടിൽ പോകുന്നതിന്റെയും സാഹസങ്ങളുടെയും വേറൊരു നിങ്ങൾ ഇതിന്റെ അവസാനം കാണുന്നത്. എന്തിനുണ്ടാവും അറിയില്ല. വീഡിയോ എടുക്കാനുള്ള പാകത്തിലാണെങ്കിൽ ആ വീഡിയോ ഉണ്ടാവും. മഞ്ഞ് നോക്കിയേ, അയ്യോ ഫുൾ മഞ്ഞ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാട്ടാ. ഗ്ലാസ് എങ്ങനെ നിലത്തേക്ക് വീഴൂ. അതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ആദ്യം രസമല്ലേ കാണാൻ. ഇത് ഡാനൂബ് നദി ഈ കാണുന്നത്. അപ്പുറത്തെ സൈഡ് പെട്രസൽക്ക എന്ന് പറഞ്ഞ സ്ഥലം. ഓ സീനാണ് ഇപ്പോ. ഇതിന്റെ അപ്പുറത്താണ് വിയന്ന അറ്റം. വിയന്ന എന്ന് പറയുന്നത് ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യം. ഇവിടെ എന്തൊക്കെ ഉണ്ടല്ലേ. അതെ ഇവിടെ സാധനം ഉണ്ട്. എന്തൊക്കെയാ എഴുതിയിട്ടുണ്ട്. മെനു അല്ലേ. എന്തിനാണ് ഇവിടെ തന്നെ എഴുതി വെച്ചാൽ വെച്ചു. കാസ്റ്റിലെ ഈ സൈഡിലൊക്കെ ആയിട്ട് റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഏകദേശം ഇവിടെ ഇതിനുള്ളിലൊക്കെ പോകാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ തൽക്കാലം പോകുന്നില്ല. തണുത്ത സീനായി. അതായത് തണുത്തിട്ടാകെ സീനായി. പിള്ളേരവിടെ അവർക്ക് തണുത്തിട്ട് പറ്റില്ല. അപ്പോൾ എന്താ ഞങ്ങൾ വീട്ടിൽ പോവാം. ഞാനാണെങ്കിൽ ഈ തൊപ്പെടുത്തില്ല, ക്യാപ്പ് എടുത്തിട്ടില്ല. ഫുഡീസിൻ്റെ ഇത് മാത്രമല്ലോ. അപ്പോൾ ഐസ് വീണിട്ട് വെള്ളമായിട്ട് തലേക്ക് വെള്ളം ഇറങ്ങി. അപ്പോൾ സീനാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് വീട്ടിലേക്ക് പോവാം. വീട് പിന്നെ അടുത്തായി കാരണം വലിയ സീനില്ല. ഭയങ്കര ദൂരേക്കാണ് പെട്ടാണ്. വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇതാണ് എൻ്റെ വ്യൂ. ട്രിപ്പ് ഇവിടെ പരാജയപ്പെട്ടു. നമ്മുടെ 2 ടീമുകള് ഈ ട്രിപ്പ് ഫുള്ള് മലമേലെ എത്താൻ പറ്റിയില്ല. കാസ്റ്റലിന്റെ പീക്കിലേക്ക് എത്താൻ പറ്റിയില്ല. തന്നെ നമ്മൾ ഈ ട്രിപ്പ് പരാജയത്തിൽ കലാശിച്ചു. ഈ സാധനം നമ്മൾ അവിടെ കണ്ടത് കാസ്റ്റലിന്റെ അടിയിൽ അത് മേലയില്ല. ഇത് മേലുണ്ട്. എന്തൊരു സംഭവം. ഇതാണ് അഗസ്റ്റിന്റെ രൂപിക്ക. ഞങ്ങള് തിരിച്ച് വീട്ടിൽ പോവാ. വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇവിടെ. വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ വീണില്ല. പതുക്കെ തള്ളിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. വഴിക്ക് വീഴും. അതാണ് അവസ്ഥ. വേണ്ട അവിടെ 2 പേര് തള്ളിപ്പോണ്. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാണ് വിഷയം. നമുക്ക് എവിടേക്ക് പോവാൻ പറ്റില്ല. വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനത്തെ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും വീഴും. വീണാ നിങ്ങൾ വീണാ കേറിയത് തെന്നി അങ്ങ് പോയി. എനിക്ക് നടക്കാൻ പറ്റില്ല. വഴിക്കിട്ടാ റോഡ് ഇവിടത്തെ. വീണ് കഴിഞ്ഞാലേ എന്ത് സീന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ വണ്ടി എടുത്ത് വീഴണത് വേറെ വല്ല വണ്ടി പോയി തട്ടി കഴിഞ്ഞാലാണ് സീൻ. അത് കൊടുത്താണ് സീൻ തന്നെ. വണ്ടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ നടക്കാൻ തന്നെ പറ്റില്ലേ. മഞ്ഞ് പെയ്ത റിസ്ക് ആണ് ശരിക്കും. നല്ല റിസ്ക് ഉണ്ട് മഞ്ഞ് പെയ്ത. മെയിൻ റോട്ടിൽ കയറി. ഇനി കുഴപ്പമില്ല. മെയിൻ റോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സീനില്ല. അവിടെ എല്ലാം അവര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ ഉള്ളുവഴിയൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം. ഈ നമ്മളെ റൂമില് നമ്മുടെ വീടിന്റെ ആ വഴിക്ക് കയറുമ്പോഴാണ് ഇത് സീൻ വരുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങൾ അപ്പാർട്ട്മെന്റ്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതാണ് ഞങ്ങൾ അപ്പാർട്ട്മെന്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ സേഫായിട്ട് വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ.